2026 ജൂലൈ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ സെൻസസ് നടക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു സെൻസസിലേക്കുള്ള വിവരങ്ങൾ നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂലൈ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് സെൻസസ്, അതായത് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് സെൻസസ് എടുക്കുന്നതെങ്കിലും നമുക്ക് തന്നെ ഇപ്പോൾ ജൂൺ 16 മുതൽ 30-ാം തീയതി വരെ ഗവൺമെന്റ് ഒരു അവസരം തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മൊബൈലിലൂടെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID കിട്ടും. ഈ ID മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത് നമ്മൾ കൈമാറേണ്ടത്. അപ്പോൾ മറ്റുള്ള വിവരങ്ങൾ നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ സെൻസസ് 2027 കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് വരുന്ന വിൻഡോയിൽ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം വരുന്നതിൽ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനാണ്. അത് കറക്റ്റ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ കാണുന്നത് പോലെ, അതായത് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാകും, അതേപോലെ നമ്പേഴ്സ് ഉണ്ടാകും, ഇനി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നോക്കി എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വെരിഫൈ അടിക്കുമ്പോൾ നിങ്ങൾ അടിച്ചത് തെറ്റാണെങ്കിൽ ഇതേപോലെ ഇൻവാലിഡ് ക്യാപ്ച എന്ന് കാണിക്കും. ഇനി അത് കറക്റ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് അവിടെ കൊടുത്തത് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഒക്കെ നോക്കി ടൈപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്കെ വരും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങളോട് നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ് ആണ്, അതായത് കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേരാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെയിം കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രൂഫൊക്കെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇംഗ്ലീഷിലാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബനാഥയുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യുന്നു. then അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ ആണ്. ഈ മൊബൈൽ നമ്പർ തെറ്റാതെ കൊടുക്കുക. അതിലേക്ക് OTP നമ്പർ വരും. ആ OTP നമ്പറൊക്കെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമെയിൽ അഡ്രസ് ആണ് ചോദിക്കുന്നത്. ഇമെയിൽ ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല. ഇമെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. ദെൻ നെക്സ്റ്റ് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ കാണുന്ന വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോ നിങ്ങൾക്ക് കാണാം. OTP സെൻഡ് ടു യുവർ മൊബൈൽ ഫോൺ എന്ന് കാണാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും നിലവിൽ. ആ ഒരു OTP നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ആ ഒരു സെലക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാംഗ്വേജിനെ സെലക്ട് ചെയ്യണം. OTP കറക്റ്റ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് മലയാളം തന്നെ എന്ത് ചെയ്യാം, അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം എന്നില്ല. മലയാളത്തിലാവുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നത് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്ത വേർഡുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്നതിൽ ഏതാണോ ലാംഗ്വേജ് വരുന്നത് ആ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ മൊബൈലിൽ വന്ന OTP നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. then അതിനുശേഷം OTP, ഞാൻ മൊബൈലിൽ വന്ന OTP അടിച്ചു. then വെരിഫൈ OTP എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ വെരിഫൈ OTP എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് മാപ്പിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് കറക്റ്റൊക്കെ കിട്ടണമെന്നില്ല. എന്തായാലും നിങ്ങളുടെ സ്ഥലം വില്ലേജ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തിന് ഏകദേശ ലാൻഡ്മാർക്ക്, അതായത് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ലാൻഡ്മാർക്കുകൾ ഉണ്ടെങ്കിൽ ആ ലാൻഡ്മാർക്ക് വരുന്ന രൂപത്തിൽ ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം കറക്റ്റ് ലൊക്കേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും മാപ്പിൽ നിങ്ങൾ പരമാവധി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക, കാണിക്കുക. ജസ്റ്റ് ഇവിടെ ഇതൊക്കെ വായിച്ചതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. അങ്ങനെ ഓക്കെ ബട്ടൺ അമർത്തിയാൽ ജില്ല ചോദിക്കും, ഏതാണ് നിങ്ങളുടെ ജില്ല എന്നുള്ളത്. ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. ദെൻ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ. ദെൻ നെക്സ്റ്റ് വരുന്ന വിൻഡോ നിങ്ങൾക്ക് കാണാം. OTP സെൻഡ് ടു യുവർ മൊബൈൽ ഫോൺ എന്ന് കാണാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും നിലവിൽ. ആ ഒരു OTP നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പിൻകോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം വില്ലേജ്, പട്ടണം, പ്രദേശം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വില്ലേജ്, അതേപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലൊക്കേഷൻ മാപ്പിലേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ 2 വിരൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് ഏകദേശം നമ്മുടെ സ്ഥലം എവിടെയാണോ വരുന്നത് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം എൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടെത്തി അവിടെ എന്ത് ചെയ്യുന്നു, ഓക്കെ ബട്ടൺ അമർത്തുന്നു. അങ്ങനെ സ്ഥലം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ഥലം സ്ഥിരീകരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ റദ്ദാക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങളുടെ സ്ഥലത്തിന്റെ ഒന്ന് ലാൻഡ്മാർക്ക് ഒക്കെ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ സ്ഥലത്തേക്ക്, നിങ്ങളുടെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ്, സ്കൂള് അല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡ്മാർക്കുകൾ ഉണ്ടാവും, അതിനടുത്ത് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ മാർക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്നത് ഇത് ഉറപ്പിക്കണമോ എന്ന സ്ഥലം തുടരണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേണം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക, വേണമെങ്കിൽ വേണ്ട എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വേണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു. സെൻസസ് വീടിന്റെ വിശദാംശങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ നമ്മളോട് സെൻസസ് വീടിന്റെ നിലത്തുപയോഗിച്ച പ്രധാന സാമഗ്രിയാണ് ചോദിക്കുന്നത്. മണ്ണ്, മരം, ചുട്ടയിഷ്ടിക പോലെ അത് പൊതുവെ എന്താണ് നിലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. നിലത്ത് ഉപയോഗിക്കുന്നത് പൊതുവെ ടൈൽസ് ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ അല്ലാത്തതായിരിക്കും, അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രിയാണ് അത് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പൊതുവെ കല്ല് എന്താണ് സിമെന്റ് പൂശലായിരിക്കും, അല്ലാത്തതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാനിവിടെ സിമെന്റോ ചുണ്ണാമ്പോ പൂശിയ കല്ലാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻസസ് വീടിന്റെ മേൽക്കൂരക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രിയാണ് ചോദിക്കുക. ഓക്കെ, അതായത് ഇവിടെ സിമെന്റോ ചുണ്ണാമ്പോ പൂശാത്ത കല്ല്, പൂശിയ കല്ല് അങ്ങനെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനത് സിമെന്റോ ചുണ്ണാമ്പോ പൂശിയ കല്ല് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സെൻസസ് വീടിന്റെ മേൽക്കൂരക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, അതിൽ പുല്ലി, ഓല, മുള, ഇങ്ങനെ പ്ലാസ്റ്റിക്, പിന്നെ കൈനിർമ്മിതമായ ഓട്, യന്ത്രനിർമ്മിതമായ ഓട്, ചുട്ട ഇഷ്ടിക, കല്ല്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളുടെ വീടിന്റെ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ്, ഇനി കൂടുതൽ ഏതാണോ വരുന്നത് അതാണ് നിങ്ങളുടെ സെലക്ട് ചെയ്യേണ്ടത്. കൂടുതൽ കോൺക്രീറ്റ് ആണെങ്കിൽ കൂടുതൽ കോൺക്രീറ്റ്, ഇനി ഓടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഓട്, ആ രൂപത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സെൻസസ് വീടിന്റെ അവസ്ഥയാണ് ചോദിക്കുന്നത്. നല്ലതാണോ, താമസിക്കാവുന്നത്, ജീർണിച്ചത്. അപ്പൊ ഇതിൽ ഏതാണോ വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവാം. ഇനി പുറകോട്ട് പോകണമെങ്കിൽ പുറകോട്ട് പോകാം. അപ്പൊ സേവ് കൊടുക്കുന്നു. അപ്പൊ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്, വേണമെന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് വന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ മൊത്തം എണ്ണമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ആ കൗണ്ടാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ഈ ഒരു കൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ പേരാണ് അടുത്ത് വരുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി കുടുംബനാഥന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തത് നാഥയുടെ അല്ലെങ്കിൽ നാഥന്റെ പേര് കൊടുത്തത് മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അവിടെ നിങ്ങൾക്ക് വലത്ത് സൈഡിൽ ഒരു കീബോർഡ് കാണാം. ആ കീബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുള്ള അക്ഷരങ്ങൾ കിട്ടും. ആ അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പേരെന്നല്ല, കുടുംബനാഥയുടെ അല്ലെങ്കിൽ കുടുംബനാഥന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തതായി നിങ്ങളോട് ചോദിക്കുന്നത് കുടുംബനാഥയുടെ ലിംഗഭേദം ഏതാണെന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആണ്, പെണ്ണ്, ഏതാണ് ട്രാൻസ്ജെൻഡർ, പട്ടികജാതി, പട്ടികവർഗമോ മറ്റുള്ളവരോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ മറ്റുള്ളവരെന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇനി അതേപോലെ ഈ വീടിന്റെ ഉടമസ്ഥത ആർക്കാണെന്നുള്ളതാണ്. ഇനി ഈ വീടിന്റെ ഉടമസ്ഥത എന്താണെന്നുള്ളതാണ്. സ്വന്തമാണോ അല്ലാതെയോ എന്നുള്ളതാണ്. താമസിക്കുവാനുള്ള മുറികളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അത് കൊടുക്കുക. ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണമാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അതുകൂടെ ക്ലിക്ക് ചെയ്യുക, അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ്, നേരത്തെ നമ്മൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് നോക്കി ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരും. സ്റ്റെപ്പ് 4ൽ കുടുംബത്തിന്റെ ലഭ്യമായ സൗകര്യങ്ങളാണ്. കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ് ഏതാണെന്നുള്ളതാണ്. ശുദ്ധീകരിച്ച പൈപ്പ് ലൈൻ വെള്ളം, കിണർ, അത് ഏതാണ്, പൊതുവെ കിണറാണെങ്കിൽ കിണർ, അല്ലെ പൈപ്പ് ലൈൻ ആണെങ്കിൽ പൈപ്പ് ലൈൻ. കുടിവെള്ള സ്രോതസ്സിന്റെ ലഭ്യത പരിസരത്താണോ എന്നുള്ളതാണ്.
ഇനി അല്ലെങ്കിൽ പരിസരത്തിനടുത്ത് ദൂരെ എന്നുള്ളത്. വെളിച്ചത്തിന്റെ പ്രധാന സ്രോതസ് അത് വൈദ്യുതി ആയിരിക്കും പൊതുവെ, അല്ലെങ്കിൽ സൗരോർജ്ജം സോളാർ ആണെങ്കിൽ അതായത് കൂടുതൽ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി കക്കൂസിന്റെ ലഭ്യത ഉണ്ടോ എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ഉപയോഗത്തിന് മാത്രമാണ് അല്ലെങ്കിൽ അത് കൊടുക്കുക. ഇനി കക്കൂസിന്റെ തരമാണ് ചോദിക്കുന്നത്. ഇപ്പൊ കക്കൂസിന്റെ തരം എന്നതിൽ ഏതാണോ നിങ്ങളുടെ തരം അത് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ കുറെ ഉണ്ടാകും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടതില്ല. ഏതാണോ വരുന്നത് അത് മാത്രം ക്ലിക്ക് ചെയ്യാം. ദെൻ അതിനുശേഷം മുമ്പോട്ട് പോകുന്നു. നെക്സ്റ്റ് ആ കക്കൂസിന്റെ തന്നെയാണ് ചോദിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ്. അത് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വേസ്റ്റ് വെള്ളത്തിന് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. മൂടിയ ഡ്രെയിനേജോട് കൂടി തുറന്നതാണോ അങ്ങനെയുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വേസ്റ്റ് വെള്ളത്തിന്റെ മൂടിയ ഡ്രെയിനേജോട് കൂടിയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലാത്തത് എന്താണ് ഡ്രെയിനേജ് ഇല്ലാതെയാണോ അങ്ങനത്തെ ഒക്കെയാണ് ചോദിക്കുന്നത്. ഇനി പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യമാണ്. കുളിമുറി ഉണ്ടെങ്കിൽ കുളിമുറി കൊടുക്കണം. ഇനി അടുക്കളയുടെയും അതേപോലെ LPG കണക്ഷന്റെയും ലഭ്യതയെ കുറിച്ചാണ് പറയുന്നത്. LPG കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ കൊടുക്കണം. ഇനി പാചകം വീടിനുള്ളിലാണ് എന്നാൽ അടുക്കളയിലാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുക്കളയിലാണെങ്കിൽ അടുക്കളയിലാണെന്നുള്ളത് എന്ത് ചെയ്യുക, LPG കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി പാചകം തുറസായ സ്ഥലത്ത് വീടിന് പുറത്താണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണെന്നുള്ളതാണ്. നിങ്ങൾ LPG ആണ് കൂടുതലെങ്കിൽ LPG, ഇനി വിറകാണെങ്കിൽ വിറക്, അങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അടുത്തത് അവിടെ മുമ്പോട്ട് പോകണോ എന്നുള്ളതാണ്, വേണം എന്ന് കൊടുക്കുന്നു. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കുന്നു. 5ാമത്തെ സ്റ്റെപ്പിലേക്കാണ്. കുടുംബത്തിന്റെ കൈവശമുള്ള ആസ്തികളാണ്. ആസ്തികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആദ്യം റേഡിയോ ഉണ്ട് എന്നുള്ളതാണ്. റേഡിയോ ഇല്ല. മൊബൈൽ ഫോൺ ആണോ, മൊബൈൽ ഫോൺ ഉണ്ട്. ടെലിവിഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ദെൻ ഇന്റർനെറ്റിന്റെ ലഭ്യത എങ്ങനെയാണ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ എന്നുള്ളതാണ്. അത് ഏതാണെന്ന് കൊടുക്കുക. ലാപ്ടോപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കുന്നു. ഇനി ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു. ഇനി സൈക്കിള്, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി കാറ്, ജീപ്പ്, വാഹനം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്, പൊതുവെ അരി ആയിരിക്കും. അരി അല്ലെങ്കിൽ ഗോതമ്പ്, അരി കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്ത അവിടെ വരും. സേവ് ചെയ്ത് അടുത്തതിലേക്ക് നമ്മൾ കടക്കുക. ആ മൊബൈൽ നമ്പർ കറക്റ്റ് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യാം. സേവ് ചെയ്ത് അടുത്തതിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം വേണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അങ്ങനെ ചെക്ക് ചെയ്തതിനു ശേഷം അവസാനം അത് എന്തെങ്കിലും എന്താണ് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് എഡിറ്റിംഗ് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. അവസാനം നമുക്കൊരു നമ്പർ കിട്ടുന്നു. ഇതേപോലെ സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണും. ഈ നമ്പർ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറേണ്ട നമ്പറും ഈ നമ്പർ ആണെന്നുള്ളത് മറക്കാതെ ഓർമ്മിക്കുക. ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ ഫോം ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈലിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്